ഹലോ ഗൈസ്, അപ്പോൾ ദാ സൺഡേ ആയിട്ട് എന്താ പരിപാടി? ഞങ്ങളുടെ സൺഡേ ഇതാ ഇങ്ങനെ പോയി കേട്ടോ. രാവിലെ തന്നെ ഒരു കോഫിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഇന്നെന്ന് പറയുന്നത് ആകെ മൊത്തം ഒരു മിക്സഡ് ഫീലിങ്സ് ആണ് കേട്ടോ. സന്തോഷവും സങ്കടവും എല്ലാം കൂടെ മിക്സഡ് ആയിട്ടുള്ള ഒരു ദിവസം. ആദ്യം തന്നെ എന്താണ് സങ്കടം എന്ന് പറയാം, ഹസ്ബൻഡ് ഇന്നൊരു ബിസിനസ് ട്രിപ്പ് പോവാണ് കേട്ടോ. ആളിനിപ്പോൾ ഒരു 1 വീക്കിലേക്ക് കാണില്ല. ഞാനും കേതനും മാത്രമേ വീട്ടിൽ കാണുള്ളൂ. കേതനെ ഒരു 1 വീക്ക് ആകെ മൊത്തം സങ്കടമായിരിക്കും കേട്ടോ. കേതൻ അങ്ങനെ അച്ഛനെ മാറി നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനി അവനെ മാനേജ് ചെയ്യുന്നുള്ളതായിരിക്കും എൻ്റെ ഏറ്റവും വലിയൊരു ടെൻഷൻ. സന്തോഷം എന്താണെന്ന് വെച്ചാൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് പെട്ടെന്ന് വീട്ടിലേക്ക് വരുന്നെന്ന് വിളിച്ചു പറഞ്ഞു. അപ്പോൾ അത് അവർക്കുള്ള കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുകയാണ് കേട്ടോ. തലേ ദിവസം തന്നെ ചിക്കൻ എല്ലാം വാങ്ങിച്ച് ക്ലീൻ ചെയ്ത് നല്ല രീതിയിൽ മസാലയൊക്കെ പുരട്ടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആദ്യം എടുത്ത് ഫ്രിഡ്ജിന് വെളിയിലേക്ക് വെച്ചു. അതിനുശേഷം എന്താ ഫസ്റ്റ് ഡിഷ് എന്ന് പറയുന്നത് ഞാൻ ബട്ടർ ചിക്കനാണ് ഉണ്ടാക്കുന്നത്. ബട്ടർ ചിക്കന് വേണ്ടിയുള്ള ഗ്രേവിയൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ പനീർ ബട്ടർ മസാലയും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ 2-3 ഫ്രണ്ട്സ് ചിക്കൻ കഴിക്കില്ല, അതുകൊണ്ട് തന്നെ ഞാൻ പനീറും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗ്രേവി നമുക്ക് രണ്ടിനും കൂടെ ഒരു ഗ്രേവി മതിയല്ലോ. അങ്ങനത്തെ പനീർ ബട്ടർ മസാലയും ബട്ടർ ചിക്കനും അതാണ് ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ്. അതിൻ്റെ കൂടെ തന്നെ സ്വീറ്റ് ഐറ്റംസ് എന്തെങ്കിലും വേണമല്ലോ എന്ന് വിചാരിച്ച് നല്ല അടിപൊളി കടലപ്രഥമൻ ഞാൻ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കടലപ്രഥമനെല്ലാം വേവിച്ച് വെച്ച് ശർക്കരയെല്ലാം ഉരുക്കി ഒഴിച്ച് നല്ല രീതിയിൽ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സൈഡിൽ നമ്മുടെ ബട്ടർ ചിക്കനുള്ള ചിക്കനും വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം നല്ല അടിപൊളിയായിട്ട് നമ്മളിതാ കുഞ്ഞുള്ളിയൊക്കെ കട്ട് ചെയ്തെടുത്ത് നമ്മൾ ബട്ടർ ചിക്കനകത്തോട്ടിട്ട് അതിലേക്ക് മുളക് പൊടിയൊക്കെ തേച്ച് നല്ല ഗ്രേവി ഉണ്ടാക്കിയെടുത്തു. ഇനിയിപ്പോൾ നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന പനീറും അതേ കണക്ക് തന്നെ ഈ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കനും 2 പാത്രത്തിലാക്കി നമ്മൾ ബട്ടർ ചിക്കനും അതുപോലെ തന്നെ നമ്മുടെ പനീർ ബട്ടർ മസാലയും ഉണ്ടാക്കും കേട്ടോ. ഒറ്റ ഗ്രേവി കൊണ്ട് 2 കറി ഉണ്ടാക്കി. അതാണ് ഇന്നത്തെ എൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ പനീർ ബട്ടർ മസാല റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡിയായി. ഇനിയിപ്പോൾ മെയിൻ ആയിട്ടുള്ളൊരു ഐറ്റം എന്ന് പറയുന്നത് ഈ ഒരു ക്രീം ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ 2 കറിയിലേക്ക് ഞാൻ ക്രീം ആഡ് ചെയ്ത് കൊടുത്തു. ഇത് വെജ് കഴിക്കുന്നവരും നോൺ വെജ് കഴിക്കുന്നവർക്കും വേണ്ടിയുള്ളതാണ് കേട്ടോ. ഇനി ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു കബാബ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കേട്ടോ. ഇതിൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കുന്നത്. ആൾക്ക് ഇതിൻ്റെ മസാലയൊക്കെ കറക്റ്റായിട്ട് അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ തലേദിവസം ആൾ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ സമയമില്ലെങ്കിലും ആൾ എനിക്ക് പെട്ടെന്ന് വന്നൊന്ന് ഷാലോ ഫ്രൈ ചെയ്ത് തന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് അവർ വരുമ്പോഴത്തേക്ക് ഒന്ന് ഡീപ് ഫ്രൈയും കൂടി ചെയ്തെടുത്താൽ കബാബിൻ്റെ കാര്യത്തിലും തീരുമാനമായി. കേതൻ നല്ല ഉറക്കമായിരുന്നു. കേതനെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. കേതൻ അച്ഛനെ കാണാതെ പോയി കഴിഞ്ഞാൽ പിന്നെ ആകെ മൊത്തം സങ്കടമായിരിക്കും കേട്ടോ. കേതൻ ഈ കളിക്കുന്ന ഒന്നും കാര്യമാക്കണ്ട. ഹസ്ബൻഡ് പോയി കഴിയുമ്പോഴത്തേക്ക് ആൾക്ക് ആകെ മൊത്തം സങ്കടമായിരിക്കും. പിന്നെ ഫ്രണ്ട്സ് വരുന്നതാണ് എൻ്റെ ഏക ഒരു സമാധാനം. ഈ ഒരു ദിവസം അങ്ങനെ അങ്ങ് പോയി കിട്ടും. എന്താണെങ്കിൽ അപ്പവും ബട്ടർ ചിക്കനും ഒക്കെ റെഡിയാക്കി ഹസ്ബൻഡിന് കൊടുത്തു. അതിനുശേഷം ആളുടെ ക്യാബ് ബുക്ക് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ക്യാബ് വരുന്ന നോക്കി. അങ്ങനത്തെ ഹസ്ബൻഡ് എന്താണെങ്കിലും ക്യാബ് വന്നിട്ട് നേരെ എയർപോർട്ടിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.